വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനലിൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡ്യൂട്ടി ഉള്ള ഒരു സൺഡേ ദിവസത്തെ സ്പെഷ്യൽ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ ചൂടുള്ള ഫുഡും കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഡ്യൂട്ടിക്ക്. അപ്പോൾ നമ്മൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വെയിറ്റ് ചെയ്ത് കുറേ ടൈം വേസ്റ്റാക്കി. ബസ്സിന് വെയിറ്റ് ചെയ്തെന്നല്ലാതെ വെറുതെ പോസ്റ്റ് ആവുമായിരുന്നു കേട്ടോ, ബസ് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മളെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറൊരു നിവൃത്തിയില്ലാതെ അങ്ങനെ ഊബർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 6-7 ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഊബർ വിളിച്ച് അങ്ങനെ നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത്, നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്ന നമ്മളെ ഓഫീസിലേക്കല്ല, നമ്മളെ ഓഫീസിൻ്റെ മെയിൻ ബ്രാഞ്ച് ആയിട്ടുള്ള ഓഫീസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളെ ഫസ്റ്റ് ഡേ ആണ് ആ ഒരു ഓഫീസിൽ. അപ്പോൾ എന്തായാലും നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ നമ്മൾ ഫൈനലി നമ്മളുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി നേരെ നമ്മൾ ഓഫീസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെയും നമുക്ക് ക്യാമറ ഫോണൊന്നും അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓഫീസിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കാത്തത്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് നല്ലൊരു മഴവില്ലൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പുതിയ ഹോസ്റ്റൽ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളൊരു ഹോസ്റ്റലിൽ വിളിച്ച് നോക്കിയിട്ട് അവർ ലൊക്കേഷൻ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഒരു ആർച്ചാണ്. അങ്ങനെ നമ്മൾ നടന്ന് നോക്കുമ്പം റോഡ് നിറയെ ആർച്ചായിട്ട് ലാസ്റ്റ് കൺഫ്യൂസ്ഡായി. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് 2-3 ഹോസ്റ്റലിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ഹോസ്റ്റലിലെ ക്ലിപ്പാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഹോസ്റ്റലായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റൂമായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യമൊക്കെ അവിടെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ ആ ഹോസ്റ്റലിൽ നിൽക്കാതെ വേറെ ഹോസ്റ്റലിലേക്ക് പോരേണ്ടി വന്നു. നമുക്ക് കുറച്ചും കൂടെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി അടുത്തായിട്ടുള്ള ഒരു ഹോസ്റ്റൽ കിട്ടിയപ്പോൾ നമ്മൾ അവിടേക്ക് റീലൊക്കേറ്റ് ചെയ്തു. അങ്ങനെ എന്തായാലും നമ്മൾ ഹോസ്റ്റലൊക്കെ നോക്കി. അങ്ങനെ കുറേ ലേറ്റായിട്ടാണ് അന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പുതിയ ഹോസ്റ്റൽ നോക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഓഫീസിൽ നിന്ന് ഈ ഒരു മെയിൻ ബ്രാഞ്ചിലേക്ക് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മെയിൻ ബ്രാഞ്ച് ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഹോസ്റ്റലിലേക്കാണ് ഇപ്പോൾ നമ്മൾ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഹോസ്റ്റലൊക്കെ നോക്കി നേരെ തിരിച്ച് നമ്മുടെ പഴയ ഹോസ്റ്റലിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ലാസ്റ്റ് വീട്ടിൽ വന്ന സമയത്ത് നമ്മൾ കോഴിക്കോട് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. ഇതെന്ന് പറയണത് നമ്മൾ കോഴിക്കോട് ബീച്ച് സൈഡിലായി കുറേ ആയി ഞാൻ റീലുകളിലൊക്കെ കാണുന്ന കുറേ കടൽ മീനുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു എക്സ്പോ ആണ്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പം ഇതൊരിക്കലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഇക്കതാ നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 ആളും കൂടി പോയതാണ്. കൂടെ വേറെ ആരുമില്ല, നമ്മൾ 2 ആളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് കയറുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ചവിട്ടുമ്പോൾ ഇങ്ങനെ കുട്ടികളെ ഷൂ ലൈറ്റ് എത്തുന്ന പോലെ ചവിട്ടുമ്പോൾ ഇങ്ങനെ കീബോർഡ് പോലെ ഇങ്ങനെ ലൈറ്റ് എത്തുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിതങ്ങനെ കൈ വെച്ചിട്ട് വെർച്വലായിട്ട് കീബോർഡൊക്കെ വായിക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ ഫേസിലെ എക്സ്പ്രഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് എക്സ്പ്രഷനാണെന്നുള്ളത് അവർ ഗസ് ചെയ്യാണ് കേട്ടോ ആ ഒരു വിൻഡോൻ്റെ അകത്ത്. പിന്നെ നമുക്കിങ്ങനെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് വെർച്വലായിട്ട് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ കൂടുതലായിട്ടും എന്താ ഇതേപോലെ ഇങ്ങനത്തെ റോബോട്ട്സൊക്കെയാണ് കേട്ടോ ഉള്ളത്. നമുക്ക് കുക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റോബോട്ട്, പിന്നെ അതേപോലെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ വെൽക്കം ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മളെ ഓഫീസിലേക്ക് ഇങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടൊരു റോബോട്ട്. പിന്നെ ഒരുപാട് പണികൾ, ഒരുപാട് ജോബിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ പല ടൈപ്പിലുള്ള റോബോട്ട്സ് ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് റോബോട്ട്സിനോടൊന്നും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഏരിയ അങ്ങനെ കൂടുതൽ കവർ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ നമ്മളെ AI വെർച്വൽ വ്യൂവിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാണ് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ ചുറ്റി കണ്ട് നടക്കലായിരുന്നു ഞങ്ങൾ 2 ആളെയും പണിയെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഫ്രീ ആയിട്ടാണ് കേട്ടോ. ഈ ഒരു വെർച്വൽ വീഡിയോൻ്റെ ഈ ഒരു സംഭവം ഇത് ഫ്രീ ആയിട്ടാണ് ഇവർ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ മാത്രം കുറച്ച് ആൾക്കാരെ തിരക്കുണ്ട് കേട്ടോ. ബാക്കി എല്ലാ ഏരിയയിലും അത്ര തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ഈ ഒരു സ്പോട്ടിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുറേ പൂക്കളും കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരു സംഭവമല്ലേ,
അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ നമ്മൾ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത് കുറേ ടൈപ്പ് ഫിഷാണ്. എനിക്ക് പേരറിയാത്തതായിട്ടാണ് കൂടുതലുള്ളത്. നമ്മളിതുവരെ കാണാത്ത പല ടൈപ്പിലുള്ള കടൽ മത്സ്യങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കാണുന്ന അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് അനാക്കോണ്ടനെ കാണുന്നത്. അനാക്കോണ്ട ആണെന്നാണ് അവരവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അനാക്കോണ്ടനെ ഞാൻ കാണുന്നത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ. ഞാനിങ്ങനെ നമ്മളെ ഫിലിമിലൊക്കെ കണ്ടിരിക്കണമെന്നല്ലാതെ ശരിക്കും നേരിട്ട് കാണുന്നത് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് കേട്ടോ. അത് ഞാൻ നമ്മൾ വീഡിയോ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഈ ഫിഷുകളുടെ ഇടയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള ഈ കളർ മത്സ്യങ്ങളെ കണ്ടപ്പോഴാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളതും ഈ ഒരു ഫിഷാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നിറയെ നമ്മൾ ചുറ്റും 2 സൈഡിലും ഫിഷ് വന്നിട്ടുള്ള ഈ ഒരു എൻട്രി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ തന്നെ കണ്ടില്ലേ, ഫുൾ ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതവിടെ കുറേ വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും വലിയ മീനുകളും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു ഭാഗത്തൂടെ നടക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമ്മളെ 2 സൈഡിലും ഇങ്ങനെ ഫിഷ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആ കളർ മത്സ്യങ്ങളുടെ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ സമയം സ്പെൻഡ് ചെയ്തത് അവിടെയായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെ എഴുതി വെച്ചിട്ടുള്ള പല പേരുകളും വായിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ പ്രൊനൗൺസ് ചെയ്യുക എന്താണെന്നുള്ളത് അറിയില്ല. പിന്നെ ഈ പേരുകളൊക്കെ കാണുന്നതും കേൾക്കുന്നതും തന്നെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മീനുകളുടെ ഒന്നും പേര് പറയാൻ പോലും ഞാൻ ശ്രമിക്കാത്തത്. കാരണം എനിക്ക് ഈ മീനുകളെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ എന്തായാലും മീനുകളൊക്കെ കണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു റോബോട്ടിൻ്റെ സെക്ഷനും പിന്നെ ആ ഒരു ഫ്ലവറുള്ള സെക്ഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും നമുക്കിവിടെ കാണാനുള്ളത് ഫിഷാണ്. ഈ ഫിഷിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടമാവുന്ന ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇവിടെ കൂടുതലായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ളതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു ഇതൊക്കെ ഫിഷാണ്. ഇതിനൊക്കെ എന്താ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ അത് അവിടെ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അനാക്കോണ്ട. അനാക്കോണ്ടൻ്റെ ചെറിയ ടൈപ്പാണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. എന്തായാലും 2 ചില്ലുകൂട്ടിലായിട്ട് 2 അനാക്കോണ്ട ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിനെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇക്കയും കഴിയണ അത്രയും മുട്ടിയൊക്കെ നോക്കി. പക്ഷേ ആൾ ഇരുന്നിടത്തുനിന്ന് അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഇത് ജീവനുള്ളതാണോ അല്ലെങ്കിൽ ചത്തതാണോ എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാവത്തൊന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം അങ്ങനെ പ്രത്യേകിച്ചൊരു ഭാവം ഇല്ലാണ്ട് കിടക്കുന്ന ഒരു അനാക്കോണ്ടയായിരുന്നു അതെന്തായാലും. പിന്നെ എനിക്കിവിടെ പോയതിൽ ഏറ്റവും നല്ല നൈസായിട്ട് തോന്നിയത് ഈ ഒരു റോബോട്ടായിട്ടുള്ള ഈ ഒരു നായനെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അത് ശരിക്കും നമ്മളെ നായനെ പോലെ കടിക്കാനൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഇതിനെ കണ്ടപ്പോൾ പേടിച്ച് ഓടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നമ്മളെ നേരേക്ക് ഇങ്ങനെ ശരിക്കും നായ ഓടി വരുന്ന പോലെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോയി. പിന്നെ ഇവിടെ കൂടുതലും പിന്നെ ഉണ്ടായിരുന്നത് സ്റ്റോളാണ്. ഫാൻസി ഐറ്റംസിൻ്റെയും ഫുഡ് ഐറ്റംസിൻ്റെയും ഒക്കെ കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റാളുകളൊക്കെ കണ്ട് ഞാനും വയ്ക്കുകയും പിന്നെ തിരിച്ചു പോവാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.